السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരലോകത്ത് നടക്കുവാൻ പോകുന്ന അതിമഹത്തായ ശഫാഅത്ത് അഥവാ ശുപാർശയുടെ സ്വഭാവങ്ങൾ എന്താണ് എന്നും മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ശുപാർശകളുടെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നതുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിങ്ങൾ കേട്ട സുദീർഘമായ ഹദീസ് മഹാന്മാരായ പ്രവാചകന്മാരെ സമീപിക്കുകയും അവസാനം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലെത്തുകയും അള്ളാഹുവിന്റെ അനുവാദപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ നാൾ സുജൂദിൽ കിടക്കുകയും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന, തോന്നിപ്പിച്ചു കൊടുക്കുന്ന സ്തുതികീർത്തനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടുകയും ശേഷം മുഹമ്മദേ, നീ തല ഉയർത്തിക്കൊള്ളുക, ചോദിച്ചോളൂ തരും, ശുപാർശ പറഞ്ഞോളൂ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് പറയുകയും വിചാരണക്ക് വേണ്ടി അഥവാ ഈ നിൽപ്പിൽ നിന്ന് ഒരു മോചനം, വിചാരണ നടത്തുവാൻ വേണ്ടി അല്ലാഹുവിനോടുള്ള കേണപേക്ഷ നടത്തും എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട സുദീർഘമായ ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് ചോദിച്ചോളൂ തരാം, ശുപാർശ പറഞ്ഞോളൂ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന പദത്തിന്റെ ശേഷം സഹീഹുൽ ബുഖാരിയിലും അതുപോലെ തന്നെ മുസ്ലിമിലുമൊക്കെ വന്ന മറ്റു ചില പരാമർശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആ പരാമർശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹം യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എന്റെ റബ്ബേ എന്റെ സമുദായം, എന്റെ സമുദായം എന്നിങ്ങനെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ മറ്റൊരു കാര്യത്തിനു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുവാദം നൽകും. ഫയഖൂലു, അപ്പോൾ അല്ലാഹു പറയും, അദ്ഖിൽ മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹി മിനൽ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന. അദ്ഖിൽ മിൻ ഉമ്മതിക, താങ്കളുടെ സമുദായത്തിൽ നിന്ന് താങ്കൾ പ്രവേശിപ്പിച്ചോളൂ.
മൻ ലാ ഹിസാബ അലൈഹി, ഹിസാബ് വേണ്ടാത്ത ആളുകളുണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമുദായത്തിൽ നിന്ന് ഹിസാബുമില്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന വിചാരണയവർക്കില്ല. അങ്ങനത്തെ ധാരാളം മഹാന്മാരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് പോലും, അവരെ പ്രവേശിപ്പിക്കുവാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ്. അള്ളാഹു നബിയോടാണ് പറയുന്നത്, നബിക്കാണ് അനുവാദം കൊടുക്കുന്നത്. അവരേതായാലും സ്വർഗത്തിൽ തന്നെയാണ്. എന്നാലും അവരെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് ആനയിക്കുന്നതും അവരെ പ്രവേശിപ്പിക്കുക എന്നൊരാദരവ് കൂടി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകും. അതാണ് അല്ലാഹു പറയുന്നത്, നബി തങ്ങളോട് പറയും, അദ്ഖിൽ മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹി മിനൽ ബാബിൽ അയ്മനി മിൻ അബ്വാബിൽ ജന്നah. സ്വർഗത്തിന്റെ വ്യത്യസ്തങ്ങളായ കവാടങ്ങളിൽ നിന്ന്, അതേ വലതുഭാഗത്തുള്ള കവാടത്തിലൂടെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന നിന്റെ ഉമ്മത്തികളെ അങ്ങ് പ്രവേശിപ്പിച്ചോളൂ. വഹും ശുറകാഉൻ നാസി ഫീമാ സിവാഹു മിനൽ അബ്വാബി. മറ്റു ജനങ്ങളാരും ഈ ഡോറിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്നതല്ല. എന്നാൽ മറ്റു ജനങ്ങൾ കയറുന്ന ഡോറിലൂടെ ഇവർക്കും പ്രവേശനമുണ്ട് താനും. സുമ്മ ഖാല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലമാ ബൈന മിസ്റാഇൻ മിൻ മസാരിഇൽ ജന്നതി കമാ ബൈന മക്കത വഹജരിൻ ഔ കമാ ബൈന മക്കത വബുസ്റാ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. സ്വർഗത്തിന്റെ കവാടങ്ങൾക്കിടയിലുള്ള ദൂരം എത്രയാണ്? അതേ ആ കവാടത്തിന്റെ ഒരറ്റം മുതൽ, അതിന്റെ ഒരു ഭാഗം മുതൽ മറ്റേ ഭാഗം വരെയുള്ള അതിന്റെയൊക്കെ വീതി എത്രയാണ്? മക്കയും അതുപോലെ തന്നെ ബുസറയും ഷാമുമൊക്കെയുള്ള എത്ര ദൂരമുണ്ടോ അത്രയും വിശാലമായ, നമുക്കൊന്നും മനസ്സിൽ കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര വിശാലമായ വാതിലുകളിലൂടെയാണ് പ്രവേശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അശ്ശഫാഅത്തുൽ ഉലമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ പടച്ച റബ്ബിന്റെ അനുവാദം കിട്ടുമ്പോൾ ചോദിക്കുന്ന കാര്യം, അതേ വിചാരണക്കെടുക്കണം എന്ന കാര്യത്തെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ സ്ഥാപിക്കുന്നത്. കാരണം എന്താണ്? ഈ ഹദീസിൽ എന്താണ് പറയുന്നത്? തല ഉയർത്തിക്കോ നബിയെ, ചോദിച്ചോളൂ എന്ന് പറയുമ്പോ, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്റെ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളുടെ കാര്യം എന്ന് പറയുമ്പോ അല്ലാഹു പറയും, നിന്റെ ഉമ്മത്തിൽ നിന്ന് വിചാരണ കൂടാതെ സ്വർഗത്തിൽ കയറാവുന്നവരെ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിച്ചോളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വിചാരണ ഇനി തുടങ്ങാൻ പോകുന്നു, വിചാരണ നടക്കാൻ പോവുകയാണ്. അതിന്റെ മുമ്പേ വിചാരണ ആവശ്യമില്ലാത്ത കുറെ ആളുകളുണ്ടല്ലോ, അവരേതാ സ്വർഗത്തിലേക്ക് അതിന്റെ മുന്നോടിയായി തന്നെ അങ്ങ് പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ ഉറപ്പായി വിചാരണ നടക്കാൻ പോകുന്നു എന്ന്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ സംഭവമാണ്. അതേ ദുന്യാവിൽ വെച്ച്, ഭൂമിയിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ പ്രവേശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കുറെ വിശേഷണങ്ങളും കുറെ ഗുണങ്ങളുമൊക്കെ നബി സല്ലല്ലാഹു പറഞ്ഞു. ആ സന്ദർഭത്തിൽ അതാ ഉക്കാശത്ത് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, നബിയെ, എന്നെയും കൂടി അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ തങ്ങളൊന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ട് തന്നെ ഉടനെ വലിയ ഭാഗ്യം കിട്ടിപ്പോയി ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്. നബി തങ്ങൾ പറഞ്ഞു, അതേ താങ്കൾ അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അപ്പോൾ അതാ മറ്റൊരാൾ എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, നബിയെ, എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ ദുആ ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സബഖക ഉക്കാശ, ഉക്കാശ ആ സ്ഥാനം കൊണ്ടുപോയി, മുൻകടന്നുപോയി, ഇനി ചാൻസ് ഇല്ല. അപ്പൊ ഈ രൂപത്തിൽ ദുന്യാവിൽ വെച്ച് ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിചാരണയില്ലാത്ത മഹാന്മാരായ ധാരാളക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ അതേ സ്വർഗലോകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് അല്ലാഹു പറയുക, അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചോളൂ. അപ്പൊ ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നടക്കാൻ പോകുന്ന ഒരു വലിയ, അല്ലാഹു നബി തങ്ങളെ ആദരിക്കുന്നതിന്റെ
പരലോകത്ത് ആദരിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു ശുപാർശ ഏതാണ്? ആദ്യം പറഞ്ഞ ശുപാർശ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മൊത്തം എല്ലാ ആളുകളുടെയും കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ സ്വർഗത്തിലേക്ക് പ്രത്യേകമായി ആളുകളെ വിചാരണ കൂടാതെ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളെ നീ തന്നെ അങ്ങ് പ്രവേശിപ്പിച്ചോളൂ എന്ന റബ്ബിന്റെ ഒരു ആദരവ് കൊടുക്കലാണ്. ഇനി മറ്റൊരു ശുപാർശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നടത്തുന്ന മറ്റൊരു ശുപാർശ, അതെന്താണ്? ശഫാഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഇസ്തിഫ്താഹി ബാബിൽ ജന്ന. സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടിയുള്ള റെക്കമെൻഡാണ്. സ്വർഗത്തിന്റെ വാതിൽ അങ്ങ് തുറന്നു കിട്ടണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, അതേ, അന അവ്വലുന്നാസ് അന അവ്വലു ശഫീഇൻ ഫിൽ ജന്ന, അന അവ്വലു ശഫീഇൻ ഫിൽ ജന്ന. സ്വർഗത്തിലേക്ക് ആദ്യമായി റെക്കമെൻഡ് നൽകപ്പെടുന്ന, അതല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നയാൾ ഞാനായിരിക്കും. ലം യുസദ്ദഖ് നബിയ്യും മിനൽ അംബിയാഇ മാ സുദ്ദിഖ്തു. എന്നെ സത്യപ്പെടുത്തിയതുപോലെ, എന്നെ അംഗീകരിച്ചതുപോലെ ധാരാളക്കണക്കിന് ആളുകളൊന്നും ഒരു നബിയെയും അംഗീകരിച്ചിട്ടില്ല. അഥവാ എനിക്ക് അനുയായികൾ ഉണ്ടായതുപോലെ ഒരു പ്രവാചകന്മാർക്കും അനുയായികളെ കിട്ടിയിട്ടില്ല. വഇന്ന മിനൽ അംബിയാഇ നബിയ്യാ മാ യുസദ്ദിഖുഹു മിൻ ഉമ്മത്തിഹി ഇല്ലാ റജുലുൻ വാഹിദുൻ. ശരിക്കും നമ്മൾ ചിന്തിക്കണം, ഈ ഭാഗം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അംബിയാക്കളിൽ ഒരു നബിയുണ്ട്, മാ യുസദ്ദിഖുഹു മിൻ ഉമ്മത്തിഹി, അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അദ്ദേഹത്തെ സത്യപ്പെടുത്തിയില്ല, അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. ഇല്ലാ റജുലുൻ വാഹിദുൻ, ഒരൊറ്റ മനുഷ്യനല്ലാതെ. ചില നബിമാര് നാളെ മഹ്ശറിൽ വരുമ്പോ ഒരു അനുയായിയെ ഉണ്ടാകുക, ഒരു അനുയായി. പ്രവാചകന്മാര് നാളെ മഹ്ശറിൽ വരുമ്പോ പലരുടെയും കൂടെ വളരെ കുറഞ്ഞ ആളുകളാണ് ഉണ്ടാവുക. എത്രത്തോളം ചില നബിമാര്, ഒരു നബി വരുമ്പോ ഒരാളെ അനുയായിയായിട്ട് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. എന്നാലോ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ അനുയായികളെയും കൊണ്ട് മഹ്ശറിൽ വരുന്ന നേതാവെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അതേ, പലപ്പോഴും നിങ്ങൾക്കെന്താ ആളെ കിട്ടാത്തത്, എന്തേ അനുയായികളെ കിട്ടാത്തത്? അത് നിങ്ങളുടെ സംസാരത്തിന്റെ മോശമാണ്, നിങ്ങളുടെ ശൈലിയുടെ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രബോധകന്മാരെ കുത്തിപ്പറയുന്ന പല ആളുകളെയും കണ്ടിട്ടില്ലേ? നോക്കൂ നിങ്ങൾ, മഹാന്മാരായ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു നബിക്ക് ശൈലീ ദോഷമുണ്ടാകുമോ? ഏതെങ്കിലും ഒരു നബിക്ക് അള്ളാഹുവിന്റെ കാവലില്ലാതെ പോകുമോ? ഏതെങ്കിലും ഒരു നബിക്ക് ഇസ്ലാമിക പ്രബോധനത്തിന്റെ നയപരിപാടികൾ മനസ്സിലാകാതെ പോകുമോ? ഇല്ലെന്നല്ലേ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. എന്നിട്ടും കണ്ടോ, എന്തേ ഈ നബിക്ക് അനുയായികളെ കിട്ടാതെ മഹ്ശറിൽ വരുമ്പോൾ ഒരനുയായിയെ മാത്രം കിട്ടിയ പ്രവാചകനും കൂട്ടത്തിൽ കണ്ടേക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുമ്പോൾ, അതേ, മഹാന്മാരായ ആളുകളാണ് ക്ഷണിക്കുന്നതെങ്കിലും യാതൊരു അബദ്ധങ്ങളും സംഭവിക്കാത്ത പ്രവാചകന്മാരാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതെങ്കിലും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അതേ സത്യസന്ധമായി ക്ഷണിക്കുന്നവർക്കാണെങ്കിലും അനുയായികളെ കിട്ടാതെ പോകുന്നു. കാരണം ഹിദായത്ത് എന്ന് പറയുന്നത് റബ്ബ് കൊടുക്കുന്ന ഔദാര്യമാകുന്നു, പടച്ച റബ്ബ് കൊടുക്കേണ്ടുന്ന ഔദാര്യമാണ്. അതെത്ര പറഞ്ഞാലും ദഅവത്ത് നടത്തിയാലും ഒരു നബിക്കും ആ ഉത്തരവാദിത്തമില്ല. അല്ലാഹുവേ, ഇതാ എനിക്ക് ഇത്ര ആളുകളെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയേണ്ടുന്ന കാര്യമില്ല. അല്ലാഹു അത് ചോദിക്കുന്നുമില്ല. നിനക്ക് എത്ര ആള് കിട്ടി എന്നൊരു നബിയോടും ചോദ്യമില്ല. സർവ പ്രവാചകന്മാരോടും മനുഷ്യരോടും ചോദ്യമുള്ളത് എത്ര വ്യക്തികളുടെ കാതിൽ ഈ സന്ദേശം എത്തിച്ചു. അതാണ് ആ പ്രവാചകന്മാരുടെ വരെ ഡ്യൂട്ടി. അതാണ് കേൾപ്പിക്കപ്പെട്ട കാതുകളെയും മനസ്സുകളെയും മുഴുവനും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമൊന്നും അതിനുള്ള കഴിവൊന്നും ഒരൊറ്റ നബിമാർക്കും നൽകപ്പെട്ടിട്ടില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഓ നബിയേ, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ താങ്കളെ കൊണ്ടാവില്ല. അല്ലാഹ് എത്ര അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നത്.
അത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോ സത്യത്തിനെപ്പോഴും ആളുകൾ വളരെ കുറവായിരിക്കും, സത്യത്തിന്റെ ആളുകൾ, അത് ചിന്തിക്കുന്ന ആളുകൾ കുറവായിരിക്കും, മഹാഭൂരിപക്ഷം എന്നും അപ്പുറത്തായിരിക്കും. ഇത് മഹാന്മാരായ പ്രവാചകന്മാരുടെ തന്നെ ചരിത്രം നമുക്ക് സാക്ഷിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്നെ അംഗീകരിച്ച അനുയായികൾ ഉള്ളതുപോലെ ഒരു നബിമാരെയും ആളുകൾ അംഗീകരിച്ചിട്ടില്ല. എന്നിട്ടാണ് പറഞ്ഞത്, മഹ്ശറിൽ വരുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആളായിരിക്കും. പക്ഷേ ചില നബിമാര് വരുമ്പോ ഒരാളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതേ അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടെ നൽകപ്പെടുന്ന ശുപാർശയുടെ കൂട്ടത്തിൽ എന്താണ് വലിയ ഒരു പ്രത്യേകത? അവിടുന്ന് പറയുന്നു, ആതീ ബാബൽ ജന്നത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഡോറിന്റെ അടുത്ത് പോയി അങ്ങനെ നിൽക്കും. സ്വർഗ കവാടത്തിങ്കൽ ഞാൻ ചെന്ന് നിൽക്കും. ഫാസ്തഫ്തിഹു, ആ വാതിൽ മുട്ടിയിട്ട് തുറക്കാമോ, വാതിൽ തുറക്കൂ എന്ന് ഞാൻ ആവശ്യപ്പെടും. ആ സന്ദർഭത്തിൽ ഫയഖൂലുൽ ഖാസിനു, അതേ സ്വർഗത്തിന്റെ പ്രത്യേകമായ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ നിധി സൂക്ഷിപ്പുകാരനായ മലക്ക് ചോദിക്കും, മന്നൻത, താങ്കൾ ആരാണ്, ആരാണ് താങ്കൾ എന്ന് ചോദിക്കുമ്പോൾ ഫഖൂലു മുഹമ്മദ്, ഞാൻ പറയും ഞാൻ മുഹമ്മദാണ്. ഫയഖൂലു, അന്നേരം ആ മലക്ക് പറയും, ബിക ഉമിർതു, താങ്കളുടെ കാര്യത്തിലാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അഥവാ ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക, അങ്ങേക്ക് മുമ്പ് ഒരാൾക്ക് വേണ്ടിയും ഈ സ്വർഗം ഞാൻ തുറക്കുന്നതല്ല എന്നോടുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആദ്യം സ്വർഗത്തിന്റെ വാതിൽ തുറക്കേണ്ടത്, താങ്കൾക്ക് വേണ്ടി ആയിരിക്കണം, അതിനു മുമ്പ് ആർക്കും തുറന്നു കൊടുക്കരുത് എന്ന് എന്നോട് ഓർഡർ ഉണ്ട് എന്ന് ആ മലക്ക് പറയുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, അതിന്റെ ഒരല്പം വിശദമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ ആളുകളൊക്കെ സ്വർഗപ്രവേശനത്തിന് അർഹരായ ആളുകൾ തന്നെയും ആ സ്വർഗത്തിലേക്കൊരു പ്രവേശനം ഇനി കിട്ടണ്ടേ, ആ പ്രവേശനം കിട്ടേണ്ട സന്ദർഭത്തിൽ പോലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതുപോലെ ആദം അലൈഹിസ്സലാമിന്റെ സമീപിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നൂഹ് ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ഇവരെയൊക്കെ സമീപിക്കുന്നുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിക്കുമ്പോഴാണ് അവിടുന്ന് അതിന് വേണ്ടി എഴുന്നേൽക്കുന്നു, അനുവാദം നൽകപ്പെടുന്നു. അതേ, അപ്പൊ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തിത്വം, സ്വർഗത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ അത് ചോദിക്കുകയാണ്. ആ അവസരത്തിലാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ഒരു പ്രവാചകനും നടക്കുന്ന സംഗതിയല്ല. ഈ ഒരു പ്രത്യേകമായ ആദരവും ഈ ഒരു പ്രത്യേകമായ ബഹുമാനവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഈ ഹദീസിന്റെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ രണ്ട് രൂപത്തിലുള്ള ശുപാർശയും, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ശുപാർശയും, അതുപോലെ തന്നെ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന അതിന്റെ വാതിൽക്കൽ പോയി നിന്ന് ആദ്യമായി അത് തുറക്കാൻ ആവശ്യപ്പെടുന്ന രൂപത്തിലുള്ള ആ പ്രാർത്ഥനയും ആ സംസാരവും, ഇതൊക്കെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ മാത്രം നാളെ മഹ്ശറിൽ നടക്കുന്ന ശുപാർശയാണ്. ഓരോന്നും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയതാ മൂന്നാമത്തെ ഒരു രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന, അവിടത്തേക്ക് മാത്രം അനുവാദം നൽകപ്പെടുന്ന ഒരു പ്രത്യേകമായ ഒരു ഇളവുണ്ട്. അതെന്താണ് ആ ഇളവ്? നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആള് തന്നെയാണ്, കാഫിർ തന്നെയാണ്, കാഫിറായ ആള് തന്നെയാണ്. ശരിക്കും മനസ്സിലാക്കണം, കാഫിറായ ആളാണ്, ശാശ്വതമായി നരകത്തിയിൽ പ്രവേശിപ്പിക്കപ്പെടേണ്ട ആള് തന്നെയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി, ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശ പ്രയോജനപ്പെടും. എങ്ങനെ? നരകത്തിന്ന് പുറത്തു കിടൂല, നരകത്തിൽ തന്നെയാണ്. കാരണം കാഫിറുകളായ ആളുകൾ അതേ രൂപത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാൽ അവർ നരകാഗ്നിയിൽ ശാശ്വതരാണ് എന്ന തീരുമാനത്തിന് മാറ്റൊന്നുമില്ല. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പടച്ചറബ് കൊടുക്കുന്ന ഒരു മഹനീയമായ ഒരു ആദരവുണ്ട്. അതാരുടെ കൂട്ടത്തിലാണ്? അതാ പറഞ്ഞത്. അതേ, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാം,
ഖാല അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ നഫഅത അബാ ത്വാലിബ് ബിശൈഇൻ ഫഇന്നഹു കാന യഹ്ഫളുക വയഗ്ദബു ലക? ഖാല നഅം ഹുവ ഫീ ലഹ്ലാഹിൻ മിൻ നാർ വലൗലാ അന ലകാന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ് റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അബൂ താലിബ്, ആ അബൂ താലിബിന് വല്ല പ്രയോജനവും ഈ പ്രത്യേകമായ വിഷയത്തിൽ കിട്ടുമോ? കാരണം എന്താണ്? ദുനിയാവിൽ ജീവിച്ചുപോയ ഒരുപാട് പിതൃവ്യന്മാരുണ്ട്. ആ പിതൃവ്യന്മാരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം കാണിച്ചവരുണ്ട്, വളരെ വെറുപ്പ് കാണിച്ചവരുണ്ട്. സ്നേഹം കാണിച്ചവരും മുസ്ലിമായവരുമുണ്ട്, സ്നേഹം കാണിച്ചു പക്ഷേ മുസ്ലിമാകാൻ ഭാഗ്യം കിട്ടാത്തവരുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം കാണിച്ചു, പക്ഷേ ഇസ്ലാമായില്ല. അങ്ങനെയാണല്ലോ അബൂ താലിബ് മരണപ്പെട്ടു പോയത്. ആ അബൂ താലിബിന് വല്ല സ്പെഷ്യൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമോ എന്നാണ് ചോദ്യം. അതേ, എന്താ കാരണം? ഫഇന്നഹു കാന യഹ്ഫളുക, അദ്ദേഹം താങ്കളെ പലപ്പോഴും സംരക്ഷിച്ചിരുന്ന വ്യക്തിത്വമല്ലേ? വയഗ്ദബു ലക, താങ്കൾക്ക് വേണ്ടി മറ്റുള്ളവരോട് ദേഷ്യം പിടിച്ചിരുന്നയാളാണല്ലോ. അതേ മുഹമ്മദേ, നിന്നെ ആരും ഒന്നും ചെയ്യുകയില്ല ഞാനുള്ളയിടത്തോളം എന്ന് പറഞ്ഞ് പല രൂപത്തിലുള്ള സംരക്ഷണങ്ങളും നൽകിയ വ്യക്തിത്വമാണ് അബൂ താലിബ്. പക്ഷേ മുസ്ലിമായില്ല, അതുകൊണ്ട് അയാൾക്ക് നരകം തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദ്യം എന്താണ്? വല്ല നിലക്കും വല്ല ഉപകാരവും കിട്ടുമോ? താങ്കളെ സംരക്ഷിക്കുകയും താങ്കൾക്ക് വേണ്ടി ഒരുപാട് പാടുപെടുകയും താങ്കൾക്കായി ശത്രുക്കളോട് കോപിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമായ അബൂ താലിബിന് വല്ല പ്രയോജനവും ലഭിക്കുമോ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഅം, അതേ കിട്ടും. ഹുവ ഫീ ലഹ്ലാഹിൻ മിൻ നാർ, അദ്ദേഹം നരകത്തിയില്ലതാ. അദ്ദേഹത്തിന്റെ കാൽപാദം വരെ നെരിയാണി വരെ മൂടുന്ന ഒരു തീയിന്റെ രൂപത്തിൽ ആ നിലക്കുള്ള തീയിലാണ് അദ്ദേഹം നിർത്തപ്പെടുന്നത്. വലൗലാ അന, ഞാനില്ലായിരുന്നുവെങ്കിൽ ലകാന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ, അദ്ദേഹം നരകത്തിയുടെ ഏറ്റവും അടിത്തട്ടിൽ തന്നെയായി തീരുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അതേ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ബുഖാരിയിലും തന്നെ കാണാം, ലഅല്ലഹു തൻഫഉഹു ശഫാഅതി യൗമൽ ഖിയാമ, അദ്ദേഹത്തിന് എന്റെ ശഫാഅത്ത് നാളെ മഹ്ശറിൽ പരലോകത്ത് ഉപകരിച്ചേക്കാം. ഫയുജഅലു ഫീ ലഹ്ലാഹിൻ മിൻ നാർ, നരകത്തിയുടെ ഒരു പ്രത്യേകമായ നിലക്ക് യബ്ലുഗു കഅബൈഹി, അദ്ദേഹത്തിന്റെ അതാ ഇരുനെരിയാണിയും മൂടിക്കളയുന്ന അതുവരെ എത്തുന്ന നിലക്കുള്ള ഒരു പ്രത്യേകമായ തീയുടെ സംവിധാനം നരകത്തിന്റെ അകത്ത് തന്നെ, പുറത്തല്ല. കാരണം കാഫിർ ഒരിക്കലും ശാശ്വതമായി നരകത്തിയിൽ നിന്ന് ഒഴിവാകുന്ന ഒരവസ്ഥയില്ല. നരകത്തിയിൽ നിന്നൊരു കാഫിറിനെയും പുറപ്പെടുവിക്കൂല. പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇളവുണ്ട്, ഈ കാലിന്റെ നെരിയാണിയോളം എത്തുന്ന നിലക്കുള്ള തീയാണ്. അതുകൊണ്ട് തന്നെ യഗ്ലീ മിൻഹു ദിമാഉഹു, അദ്ദേഹത്തിന്റെ തലച്ചോർ അത് മുഖേന ഉരുകുന്നു, തിളച്ചു മറിയുന്നു. ആ ശിക്ഷയെപ്പറ്റി നമുക്ക് ഹദീസുകളിൽ കാണാം. അതാണ് നരകാഗ്നിയിലെ ഏറ്റവും ലളിതമായ ശിക്ഷ എന്നാ പറയുന്നത്. നരകാഗ്നിയിൽ നൽകപ്പെടുന്ന ഏറ്റവും ലളിതമായ ശിക്ഷയായിട്ടാണ് അതിനെ ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ് വഹുവ മുൻതഇലുൻ ബിനഇലൈനി യഗ്ലീ മിൻഹുമാ ദിമാഉഹു, അതേ എന്താ പറയുന്നത്? അഹ്വനു അഹ്ലിന്നാരി അദാബൻ, നരകവാസികളുടെ കൂട്ടത്തിൽ ശിക്ഷ ഏറ്റവും താഴ്ന്ന ശിക്ഷ ലഭിക്കുന്ന വ്യക്തിത്വന്മാരാണ്. അബൂ താലിബായിരിക്കും. വഹുവ മുൻതഇലുൻ ബിനഇലൈൻ, അദ്ദേഹത്തിന് 2 പാദരക്ഷകൾ ധരിപ്പിക്കപ്പെടുന്നു. അതേ തീ കൊണ്ടുള്ള പാദരക്ഷയാണ്. അതങ്ങ് ധരിക്കുമ്പോഴേക്ക് തന്നെ തലച്ചോറ് ഉരുകി ഒലിക്കുന്നു, തലച്ചോറ് തിളക്കുന്നു. ഈ രൂപത്തിൽ അതേ കാഫിറുകൾക്ക് വ്യത്യസ്തങ്ങളായ നിലക്കുള്ള കഠോരമായ ശിക്ഷകൾ ലഭിക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത്
അവിടുത്തേക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ള പിതൃവ്യനാണ്. ഒരുപാട് പിതൃവ്യന്മാര് പ്രവാചകന്റെ കാലത്ത്, അതേ പ്രവാചകന് 10 പിതൃവ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു. അതിൽ 4 പിതൃവ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ജീവിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടിട്ടുണ്ട്, അവർ നബിയെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ 10 പിതൃവ്യന്മാരുടെ കൂട്ടത്തിൽ 4 പിതൃവ്യന്മാരാണ് പ്രവാചക കാലത്തുണ്ടായത്. അതിൽ 2 മുസ്ലിമായി, 2 കാഫിറായി തന്നെ മരിച്ചും പോയി. അബൂലഹബാണ് കാഫിറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ശത്രുവുമായി കൊണ്ട് മരണപ്പെട്ടു പോയത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് ഖുർആൻ പേരെടുത്ത് ആക്ഷേപിച്ച് പറഞ്ഞത് അവനെ സംബന്ധിച്ചാണ്. അതും നബി തങ്ങളുടെ ഒരു പിതൃവ്യനാണല്ലോ. ആ പിതൃവ്യൻ മുസ്ലിമായില്ല, മാത്രമല്ല പ്രവാചകനോട് കടുത്ത വൈരിയുമായിരുന്നു. കാരണം അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വിളിച്ചുകൂട്ടി ദഅവത്തി സത്യത്തിന്റെ സന്ദേശം പറഞ്ഞപ്പോ ഈ മനുഷ്യൻ എന്തു ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, തബ്ബൻ ലക യാ മുഹമ്മദ്, തബ്ബൻ ലക്, നീ തൊലഞ്ഞു പോകട്ടെ, നീ നശിച്ചു പോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കി. ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചവനാണ് അബൂലഹബ്. പടച്ച റബ്ബാണ് അതിന് മറുപടി പറഞ്ഞത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊലയട്ടെ, നശിക്കട്ടെ എന്ന് പറഞ്ഞ അബൂലഹബ് നശിക്കട്ടെ, അവന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, അതേ അവന്റെ ഒന്നും അവന് പ്രയോജനപ്പെടില്ല എന്ന് തുടങ്ങി ആ അധ്യായം തന്നെ ആ വിഷയത്തിലാണ് അവതരിക്കപ്പെട്ടത്. അപ്പൊ അതൊരു പിതൃവ്യൻ. മറ്റൊരു പിതൃവ്യൻ മുസ്ലിമാകാത്ത പിതൃവ്യനായിരുന്നു അബൂ താലിബ്. അയാൾ മുസ്ലിമായില്ല, സത്യമേതാണെന്ന് വളരെ കൃത്യമായി അറിയാമായിരുന്നു. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമതു വൽ ഹദാറ മസബ്ബതി ലവജത്തനി സംഹൻ ബിദാക മുബീനാ. അയാൾ പറഞ്ഞു, മുഹമ്മദേ, ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, മുഹമ്മദ് പറയുന്ന ആദർശമാണ് സത്യം. വളരെ ബോധ്യമായിരുന്നു അബൂ താലിബിന്. മുഹമ്മദ് പറയുന്ന ആദർശമാണ് സത്യം, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഈ ആളുകൾ എന്താ പറയാ, ആളുകൾ എന്നെ കുറിച്ച് എന്താ പറയാ, ആളുകൾ എന്നെ ആക്ഷേപിക്കൂലേ, ഈ അവസാന കാലത്ത് ഞാൻ ഈ മുഹമ്മദിന്റെ വാദത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് ആളുകളൊക്കെ എന്നെ ആക്ഷേപിക്കൂലേ, എന്നെ കുറ്റപ്പെടുത്തൂലേ, അതെന്റെ സ്ഥാനത്തിന് കോട്ടമല്ലേ, അതെനിക്കുള്ള ഇമേജിന് തകർച്ചയല്ലേ എന്നിങ്ങനെ ചിന്തിക്കുന്നു. ഇന്നുമുണ്ടല്ലോ പല ആളുകളും, പല കൂട്ടത്തിലും ആളുകളുണ്ടല്ലോ, സത്യം അവർക്ക് ബോധ്യമാണ്, സത്യം അവർക്ക് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. എന്നാലും അവർ സത്യത്തിന്റെ ഒപ്പം നിൽക്കൂല, അവർ സത്യത്തെ പിന്തുണക്കൂല. കാരണം അപ്പുറത്തുള്ള ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആനുകൂല്യം നഷ്ടമായി പോകുമോ, അവരെന്നെ അവഗണിക്കുമോ, അവരെന്നെ പരിഗണിക്കാതെ പോകുമോ എന്ന ബേജാറുകൊണ്ട് ദുനിയാവിന് വേണ്ടി പലപ്പോഴും മനസ്സിലാക്കിയ സത്യങ്ങളെ ആ സത്യത്തിന്റെ കൂടെ നിൽക്കാതെ അസത്യത്തിന്റെ വക്താക്കളായി മനസാക്ഷി കുത്തുള്ളിലുണ്ട്. ഞാൻ സത്യത്തിന്റെ കൂടെയല്ല എന്നറിയാം, എന്നാലും ദുനിയാവിന് വേണ്ടി മാറി നിൽക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് ലോകത്ത് കാണാമല്ലോ. അതേ അബൂ താലിബ് ആ ചിന്താഗതിക്കാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് സത്യം എന്നയാൾക്കറിയാം, പക്ഷേ മുസ്ലിമായില്ല. പക്ഷെ എല്ലാ സഹായവും ചെയ്തു, റസൂലുള്ളാഹിക്ക് എല്ലാ സഹായവും ചെയ്തിരുന്നു. എല്ലാ സഹായവും ചെയ്തു എന്ന് പറഞ്ഞ ആളുകളൊക്കെ വന്ന് വല ഭീഷണിപ്പെടുത്തിയപ്പോഴും പറഞ്ഞു, മോനെ ഉറച്ചു മുന്നേറിക്കോ, മോന്റെ ആദർശവുമായി മുന്നേറിക്കോ, അത് പ്രബോധനം നടത്തിക്കോ, ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുള്ളയിടത്തോളം നിന്നെ ഒരാൾ തൊടൂല എന്നും പറഞ്ഞ് ആദർശ പ്രബോധനത്തിന് ധൈര്യം പകർന്നയാളാണ് അബൂ താലിബ്. അങ്ങനെ ഒരു മനുഷ്യനും പിതൃവ്യന്മാരുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ അതേ കാഫിറായിട്ടാണ് മരിച്ചുപോയത് എന്നതുകൊണ്ട് ശാശ്വതമായ അയാൾ നരകത്തിയിൽ തന്നെയാണ്. അതിൽ നിന്ന് രക്ഷ ഒരു കാലത്തും അയാൾക്കില്ല. പക്ഷേ നരകത്തിയിൽ തന്നെയും ശിക്ഷ കിട്ടുന്നവർക്ക് വേറെ വേറെ പല ഗ്രേഡിലാണല്ലോ അവിടുത്തെയും ശിക്ഷ. അതേ അവസരത്തിൽ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ,
അതേ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ നരകത്തിന്റെ അടിത്തട്ടാണല്ലോ കിട്ടേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതേ എന്നോടുള്ള ആ നിലക്കുള്ള പ്രത്യേകമായ പെരുമാറ്റവും ആ നിലക്ക് എനിക്കുള്ള സംരക്ഷണവും നൽകിയതുകൊണ്ട് എന്റെ റെക്കമെൻഡ് അല്ലാഹു സ്വീകരിച്ചേക്കും. അങ്ങനെ അയാൾക്ക് നരകത്തിയിൽ ഈ നിലക്കുള്ള ഏറ്റവും താഴ്ന്ന ഗതിയിലുള്ള ഒരു ശിക്ഷയായിരിക്കും ഉണ്ടാവുക. ഇത് വേറെ ഒരു നബിക്കുമില്ല, വേറെ ഒരാൾക്കുമില്ല. അബൂ താലിബിന് മാത്രം ലഭിക്കപ്പെടുന്ന, അതെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖേന നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലാഹു ആദരിച്ചുകൊണ്ട് നൽകപ്പെടുന്ന ഒരു പ്രത്യേകമായ പദവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇതൊരാൾക്ക് നിഷേധിക്കേണ്ട കാര്യമല്ല, ഇത് നിഷേധിക്കേണ്ടതുമില്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ അതിന് വിവരണം നൽകേണ്ടത്. അവിടുത്തെ വിവരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായി പ്രമാണബദ്ധമായ നിലക്ക് സ്വഹീഹായ നിലക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ആശയത്തെ എതിർക്കുക എന്നത് ഒരു മുസ്ലിമിനും ഒരു മുഅ്മിനിനും പാടില്ലാത്ത സംഗതിയാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കാര്യത്തിൽ പ്രവാചകന് മാത്രം അബൂ താലിബിന്റെ വിഷയത്തിൽ ഒരു ഇളവിനുള്ള ശുപാർശക്കുള്ള അധികാരം, ഒരനുവാദം അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുമെന്നും ആ ശുപാർശ അവിടെ പ്രയോജനപ്പെടുമെന്നും വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തേണ്. പല ആളുകൾക്കും നമ്മൾ മനസ്സിലാക്കാത്ത പല അത്ഭുതങ്ങളും അബദ്ധങ്ങളൊക്കെ ഇന്നും സമൂഹത്തിൽ വലിയ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്. അബൂ താലിബ് കാഫിറായിട്ടാണ് മരിച്ചുപോയത്, അബൂ താലിബ് ശാശ്വതമായി നരകത്തിയിൽ തന്നെയാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്ന് തന്നെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ബുഖാരിയിലൂടെ മുസ്ലിമിലൂടെ ഒക്കെ വന്ന യാതൊരു നിലക്കുള്ള തകരാറുകളുമില്ലാത്ത ഹദീസുകളാണ്. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ അൽഫാത്തിഹ വിളിച്ച് അബൂ താലിബിന്റെ ഹദറത്തിൽക്ക് വരെ അൽഫാത്തിഹ വിളിക്കുന്നുണ്ട്. കേട്ടാൽ നമുക്ക് പുതുമ തോന്നും. അതായത് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഇകെ വിഭാഗം സമസ്തയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ഈ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഒരു ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ ശംസുൽ ഉലമയെ കുറിച്ചുള്ള ഓർമ്മകൾ എഴുതുകയാണ്. അങ്ങനെ ശംസുൽ ഉലമയെ പറ്റി ഇകെയെ കുറിച്ചുള്ള ഓർമ്മകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ലേഖനമധ്യേ ഇയാൾ പരാമർശിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. എന്താ? ഇകെ അബൂബക്കർ മുസ്ലിയാർക്ക് ഞങ്ങൾക്കൊന്നുമില്ലാത്ത പല പുതുമയുള്ള വാദങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞങ്ങളൊക്കെ ഇരിക്കുന്ന പല വേദികളിൽ വെച്ച് ഞങ്ങളൊക്കെ ഒന്നാകെ പണ്ഡിതന്മാര് ആലിമീങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നിടത്ത് നിന്നാണ് പെട്ടെന്ന് ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ ചിലപ്പോൾ പെട്ടെന്ന് പറയും, ഇലാ ഹദറത്തി അബീ താലിബ് റളിയല്ലാഹു അൻഹു അൽ ഫാത്തിഹ. ആരാ പറയാ? ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ. ഞാൻ അയാളെ കുറ്റം പറയണല്ല, ഞാൻ അയാളുടെ പേരിൽ വെച്ച് കിട്ടുന്നതല്ല. എന്റെ കയ്യിൽ രേഖയുണ്ട്. അവരുടെ മാസികയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്കത് ബൈഹാട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് അറിയാം. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയാണ്, ഞങ്ങളൊക്കെ ഇരിക്കുന്നിടത്ത് വെച്ച് പലതവണ ഒരിക്കലൊന്നുമല്ല ഇലാ ഹദറത്തി അബീ താലിബ് റളിയല്ലാഹു അൻഹു അൽ ഫാത്തിഹ. അൽ ഫാത്തിഹ എങ്ങനെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയോ സ്വഹാബത്തിന്റെയോ നടപടിക്രമത്തിൽപ്പെട്ട ഒരു സമ്പ്രദായമല്ല ഫാത്തിഹ ഓതുക. എന്നിട്ട് അതിന്റെ കൂലി ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള എല്ലാ നബിമാർക്കും ഈ ഒരു ഫാത്തിഹ ഓരി വെക്കും. ഇതിന്റെ കൂലി അവരൊക്കെ ഹദറത്തിൽ കൊടുക്കണേ. എന്നിട്ട് സുമ്മയിലാ ഹദറത്തി ഒരുപാട് ശുഹദാക്കളെ പേര് പറയും. സുമ്മയിലാ ഹദറത്തി കുറെ ഔലിയാക്കന്മാരെ പേര് പറയും. എന്നിട്ട് ആ പ്രദേശത്ത് ഈ ദുആ ചെയ്യുന്ന മുസ്ലിയാർ ഏത് നാട്ടുകാരനാണെങ്കിൽ അയാൾ അവിടേക്കുള്ള ഹദറത്തിലേക്ക് ഈ അവിടുത്തെ വലിയന്റെ പേര് വരെ പറയും, എല്ലാം പറയും. എന്നിട്ട് അൽ ഫാത്തിഹ ഇതുപോലത്തെ ഈ ഫാത്തിഹ ഓതിന്റെ ഇതുപോലത്തെ ഒരു കൂലി അവർക്കൊക്കെ കൊടുക്കണേ എന്ന് ഒരു ഫാത്തിഹ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം ഇങ്ങനെ ഹദിയ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിങ്ങനെ പ്രത്യേകമായിട്ട് ഓരോരുത്തരുടെ ഹദറത്തിലേക്ക് നൽകുന്ന ഒരു സമ്പ്രദായം. സഹോദരന്മാരെ, നമുക്കാർക്കും ഫാത്തിഹയോട് വിരോധമുണ്ടായിട്ടല്ല, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയിൽ നമുക്ക് കാണാനാവില്ല. നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളെ കുറിച്ച് പറയും, അതല്ലെങ്കിൽ സലഫികളെ കുറിച്ച്, മുജാഹിദുകളെ കുറിച്ച് സാധാരണ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ മുസ്ലിയാക്കന്മാര് പലപ്പോഴും പറയാറുണ്ട്, ഇവർ ഫാത്തിഹ വിരോധികളാണ്, ഇവര് ഫാത്തിഹയോട് ഭയങ്കര ദേഷ്യമാണ് ഇവർക്ക്. എന്തേ? ഇവര് അൽ ഫാത്തിഹ വിളിക്കൂല,
നമ്മൾ ഫാത്തിഹ വേണ്ടോടത്തൊക്കെ ഫാത്തിഹ ഓതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ അൽ ഫാത്തിഹ മൈലാഹദറത്തി ഇന്നാള് അൽ ഫാത്തിഹ എന്ന് പറയുന്ന ഒരു രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്കും സാധ്യവുമല്ല. പ്രിയമുള്ളവരെ, മഹാന്മാരായ പണ്ഡിതന്മാരത് കൃത്യമായി പരിശോധിച്ചവരാണ്. അവർ പറയുന്നു, ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു അൽ ഫാത്തിഹ വിളിക്കുകയും ആ അൽ ഫാത്തിഹ വിളിച്ചു കഴിഞ്ഞതിന്റെ ശേഷം അത് ചൊല്ലിയിട്ട് അതിന്റെ കൂലി എല്ലാ അംബിയാ ഉലിയാ ശുഹദാ സിദ്ദീഖ് സാലിഹീങ്ങളുടെയും അടുത്തേക്ക് അതിന് ഹദിയ ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബിദഅത്തായി ഇയാൾ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ എന്താ പറയുന്നത്, ഇലാ ഹദറത്തി അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അൽ ഫാത്തിഹ. അപ്പൊ എവിടെ എത്തി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, ശംസുൽ ഉലമാ എന്നൊക്കെ പറയുന്ന ഈ വലിയ പണ്ഡിതനപ്പൊ ഈ ബുഖാരിയിലെ ഹദീസൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ ബുഖാരിയിലെ ഹദീസൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ? പലപ്പോഴും സാധാരണ ആളുകൾ പറയുന്നത് വലിയ വലിയ ആലിമീങ്ങൾ ഓലൊക്കെ നരകത്തിൽ കാണി നമ്മളാണ് പോയിക്കോട്ടെ, ഞങ്ങൾ അയിന്ന് ഏതായാലും വിടൂല. കാരണം അവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളല്ലേ, അവരൊക്കെ എല്ലാം കണ്ടും പഠിച്ചവരല്ലേ. പ്രിയപ്പെട്ട സഹോദര, ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു കൊടുക്കുന്ന ഒരു ഫളലാണ്. അള്ളാഹു കൊടുക്കുന്ന ഒരു നൂറാണ്, ഒരു പ്രകാശമാണ്. അത് എത്ര വലിയവനാണെങ്കിലും പടച്ചവൻ അതാണ് കൊടുത്തിട്ടില്ലെങ്കിൽ കിട്ടൂല. അത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. എത്ര പച്ചയായിട്ട് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർക്ക് വരെ അത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മൂപ്പര് ലേഖനത്തിൽ എഴുതുന്നത്. ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ ചിലപ്പോ ശംസുൽ ഉലമ ഉസ്താദ് പറയാറുണ്ട്. അപ്പൊ ചെറുശ്ശേരി അത് അംഗീകരിക്കുന്നില്ല. ചെറുശ്ശേരി ശംസുൽ ഉലമയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലാണ്. അപ്പൊ ഇങ്ങനെ കിതാബുകൾ വരെ എഴുതിയവരുണ്ട്. സൈനി ദഹ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, സൈനി ദഹ്ലാൻ. അയാൾ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അസ്റൽ മതാലിബ് ഫി ഇസ്ലാമി അബീ ത്വാലിബ്. അബൂ താലിബ് മുസ്ലിമാണെന്ന് സ്ഥാപിക്കുന്ന കിതാബാ. അബൂ താലിബ് മുസ്ലിമാണെന്ന് സ്ഥാപിക്കാനായിട്ടൊരു ചങ്ങായി കിതാബ് എഴുതാ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിരാണ്ട് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണോ സമൂഹത്തിൽ ആശയ വൈരുദ്ധ്യങ്ങളും ആശയ വ്യതിയാനങ്ങളും ഉണ്ടാക്കി തീർക്കാൻ കഴിയുക എങ്കിൽ അങ്ങനെയൊക്കെ ലോകത്ത് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാ. കാരണം നമ്മളും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്, അറിയണം. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇതാ പ്രത്യേകമായി അള്ളാഹു ആദരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നൽകപ്പെടുന്ന ഇളവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ രൂപത്തിലുള്ള ഒരു ഇളവ് അവിടെ മാത്രം നൽകപ്പെടും എന്ന് ഹദീസുകളിൽ എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനി സഹോദരന്മാരെ, മറ്റൊരു ശുപാർശയുടെ രീതി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന മറ്റൊരു ശുപാർശ. ആ ശുപാർശയാണ് പല പഴച്ച കക്ഷികളും അഥവാ ഖവാരിജുകൾ എന്ന് പറയുന്ന കക്ഷികൾ, അതുപോലെ തന്നെ മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷികളൊക്കെ പരലോകത്ത് ഈ ശുപാർശ നടക്കൂല എന്നാണ് അവർ പറയുന്നത്. അതേതാ ശുപാർശ? മുസ്ലിമായി തന്നെയാണ് മരിച്ചുപോയത് കുറെ ആളുകൾ. അതേ അവസരത്തിൽ അതാ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ വന്നും പോയി. ശരിക്കും മനസ്സിലാക്കണം, മുസ്ലിമീങ്ങളായി തന്നെ മരിച്ചുപോയവരാണ്. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വൻപാപങ്ങളൊക്കെ വന്നുപോയി. അതുകൊണ്ട് അവർ നരകത്തിൽ അവർ പ്രവേശിക്കപ്പെടാൻ അർഹരുമാണ്. അത്തരത്തിലുള്ള ആ ആളുകളെ അതാ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കാക്കാൻ വേണ്ടിയുള്ള ഒരു ശുപാർശക്കുള്ള അനുവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്കതാ വഹീന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചു തരുന്നു. ഈ ശുപാർശയെ പലരും നിഷേധിക്കാൻ, ഖവാരിജുകൾ എന്താ നിഷേധിക്കാൻ കാരണം നമ്മൾ മനസ്സിലാക്കണം. ഖവാരിജുകൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തായത് എന്തുകൊണ്ടാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ വിശ്വാസം എന്ന് പറയുന്നത്, ഒരാള് വൻപാപങ്ങൾ പ്രവർത്തിച്ചാൽ അയാള് ശാശ്വതമായി നരകത്തിൽ കിടക്കൂല. കാഫിറുകളും മുശ്രിക്കുകളും മാത്രമേ നരകത്തിൽ ശാശ്വതമായി കിടക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ വൻപാപം ചെയ്തവരാണെങ്കിലും ഈമാനോടെ ഇസ്ലാമോടെയാണ് മരണപ്പെട്ടിട്ടുള്ളതെങ്കിൽ അവർ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ തോതിനുള്ള ശിക്ഷ അനുഭവിച്ചതിന്റെ ശേഷം വളരെ പിൽക്കാലത്തെങ്കിലും അവർക്കതിൽ നിന്നൊരു മോചനം കിട്ടിയേക്കും. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നതെങ്കിൽ, ഖവാരിജുകൾ പറയുന്നത് വൻപാപം ചെയ്തവനും കാഫിർ തന്നെയാണ്. അപ്പൊ അവരുടെ വീക്ഷണത്തിൽ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം.
സുന്നത്ത് ജമാഅത്തുകാരായ നമ്മുടെ വിശ്വാസം എന്താണ്? ഒരാൾ മദ്യപിച്ചാൽ, വ്യഭിചരിച്ചാൽ അയാൾ കാഫിറാവൂല, മുസ്ലിം തന്നെയാണ്, പക്ഷേ വൻബാബിയാണ്, ഫാസിക്കയാവുകയുള്ളൂ. അതേ അവസരത്തിൽ ഖവാരിജ് പറയുന്നത് എന്താണ്? ഒരാൾ മദ്യപിക്കുകയോ വ്യഭിചരിക്കുകയോ തുടങ്ങിയുള്ള വൻപാപം ചെയ്താൽ അയാൾ ശാശ്വതമായി നരകത്തിയിലാണ്, അയാൾക്ക് കാഫിറിന്റെ അതേ രൂപത്തിലെ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് ഒരു കാലത്തും പിന്നെ അവര് നരകത്തിയിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടുക എന്നുള്ള സംഗതിയേ ഉണ്ടാവില്ല എന്നാണ് ആര് പറയുന്നത്? ഖവാരിജികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൻപാപങ്ങൾ കാരണമായി നരകാഗ്നിയിൽ എറിയപ്പെട്ട ആളുകളെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു അനുവാദം കൊടുത്ത് ആ ആദരവ് നൽകപ്പെട്ട് കഴിഞ്ഞ് പടച്ച റബ്ബിന്റെ ഓർഡർ പ്രകാരം ശുപാർശ നടന്ന് അവരെ ആ ജഹന്നമിൽ നിന്ന് പുറത്തേക്കാക്കി അവരെ പിന്നെ സ്വർഗത്തിലേക്കാക്കുന്ന ഒരു രൂപം ഹദീസുകളിൽ വന്നത് ഖവാരിജുകൾ അംഗീകരിക്കുന്നില്ല. കാരണം അവരുടെ തത്വം പൊളിഞ്ഞു പോകൂലേ? അവരുടെ തത്വം എന്താണ്? ശാശ്വതമായി നരകത്തിയിലാണ്. ശാശ്വതമായി നരകത്തിയിലാവിനെ പിന്നെ അതിന് പുറത്തേക്ക് എടുക്കാൻ പറ്റൂലല്ലോ. അതാണ് അവരുടെ തത്വം. അപ്പൊ അവരൊരു തത്വം ആദ്യം ഉണ്ടാക്കി. അങ്ങനെയാണ് എല്ലാ പിഴച്ച കക്ഷികളുടെയും സ്വഭാവം. പിഴച്ച കക്ഷികളുടെയൊക്കെ സ്വഭാവം എന്താണെന്നറിയോ? യഥാർത്ഥത്തിലുള്ള കക്ഷികൾ എപ്പോഴും എന്താ ചെയ്യുക? അവരാദ്യം അഭിപ്രായം പറഞ്ഞിട്ട് അതിന് അനുകൂലമായ ആയത്തോ ഹദീസ് നോക്കലല്ല. ശരിക്കും മനസ്സിലാക്കണം. പല പിഴച്ച കക്ഷികൾക്കും ഇന്ന് പറ്റിയത് എന്താ? അവരാദ്യം ഒരു ആദർശം എഴുതിണ്ടാക്കും. ആ ആദർശത്തിന് ഒപ്പിച്ച് എവിടേക്ക് ആയത്ത് ഹദീസ് അവർ തെരയുക. എന്നിട്ട് അതിന് പറ്റാത്ത ആയത്തുണ്ടോ ദുർവ്യാഖ്യാനിക്കും, അതിന് പറ്റാത്ത ഹദീസുണ്ടോ അത് ഞങ്ങൾ സ്വീകരിക്കൂല എന്നാണ് തള്ളിയാണ് കളയും. അതേ അവസരത്തിൽ അഹ്ലുസുന്നത്ത് സത്യത്തിന്റെ കക്ഷികൾ എപ്പോഴും എന്താ ചെയ്യുക? അവരാദ്യം ഒരു ആദർശം ഉണ്ടാക്കൂല. അവര് ഖുർആൻ പഠിക്കും, ഹദീസ് പഠിക്കും, അതിലുള്ള ആദർശങ്ങളൊക്കെ അവരാണ് സ്വീകരിക്കും. അതിലുള്ളതൊക്കെയാണ് സ്വീകരിക്കും. ഒരു മുൻവിധിയോടെ ആദ്യം ഒരു ആദർശം ഉണ്ടാക്കിയിട്ട് അതിനൊപ്പിച്ച് തെളിവ് തരലല്ല. ഖുർആനിലും ഹദീസിലുമുള്ള കാര്യങ്ങളെ അതിനൊപ്പിച്ചിട്ട് ആശയങ്ങളാണ് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇവിടെ ഖവാരിജിന് പറ്റിയത്, ഖവാരിജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ട ഇസ്ലാമിലെ അവാന്തര വിഭാഗമായ പിഴച്ച കക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കക്ഷിയാണ് ഖവാരിജുകൾ. അതുപോലെ തന്നെ മുഅ്തസിലത്ത്. ഈ ഖവാരിജിന്റെ സിദ്ധാന്തം എന്താണ്? അവർ ആദ്യ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി, വൻപാപം ചെയ്തവനൊക്കെ കാലാകാലം നരകത്തിലാണ്. ഇനി അതിനെ ഒപ്പിച്ച് അതിനെ എതിർക്കുന്ന വല്ല ആയത്തോ ഹദീസോ കണ്ടാ പിന്നെ ഈ ഖവാരിജ് എന്ത് ചെയ്യും? തള്ളും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ അതേ നരകത്തിയിലേക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള മഹാപാപികൾ അവര് മുസ്ലിമീങ്ങളാണ് താനും, അത്തരത്തിലുള്ള ആളുകളെ ആ നരകത്തിയിൽ നിന്ന് പുറത്തെടുക്കുന്ന കാര്യത്തിലുള്ള ശുപാർശ നടക്കും എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. എന്ത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടെന്താ? മുൻവിധി എടുത്തില്ലേ ഖവാരിജ് എന്ന കക്ഷി, അതുകൊണ്ട് അവർ ഈ ഹദീസ് നിഷേധിക്കുന്നു. ഇത്തരത്തിലുള്ള ശുപാർശ നടക്കൂല, അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇതാണ് ഖവാരിജിന്റെ സിദ്ധാന്തം. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ച ആ ശുപാർശ അത് നടക്കുക തന്നെ ചെയ്യും. ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനതാ അതേ മഹ്ശറിൽ ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരെയും സമീപിച്ചുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും എനിക്കത് പറ്റില്ല, എനിക്കതിന് അർഹതയില്ല, എനിക്കതിന് സാധ്യമല്ല, ഞാൻ തന്നെ വലിയ വിഷയത്തിലാണെന്ന് പറഞ്ഞ് ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുവാദം ലഭിക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? അതേ സുജൂദിൽ കിടക്കുന്നു. ഏത് സന്ദർഭത്തിലും നോക്കണം നിങ്ങൾ, അല്ലാഹുവിനോടൊരു കാര്യം നേരിട്ടങ്ങ് പോയി പറയുകയല്ല. സുജൂദിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നു. അങ്ങനെ ഫഇദാ റഅയ്തു റബ്ബി വഖഅതു സാജിദൻ ലിറബ്ബി തബാറക വതആല ഫയദഉനി മാ ശാഅ അൻ യദഉനി സുമ്മ യഖൂലു ഇർഫഅ മുഹമ്മദ്. തല ഉയർത്താൻ പറയും. കുറേ കാലം അങ്ങനെ കിടന്ന് അല്ലാഹു എനിക്ക് പഠിപ്പിച്ചു തരുന്ന തഹ്മീദുകൾ ഞാൻ അവനെ പ്രകീർത്തിച്ച് സ്തുതിച്ച്, എനിക്കത് പഠിപ്പിച്ചു തന്നതൊക്കെ ഞാൻ റബ്ബിനോട് ചോദിച്ച് ഒരുപാട് കാലം, അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലം അത്രയും ഞാൻ സുജൂദിൽ കിടക്കുമ്പോൾ എന്നോട് പറയും ഇർഫഅ മുഹമ്മദ്, തല ഉയർത്തിക്കോ മുഹമ്മദേ, ഖുൽ ചോദിച്ചോളൂ, പറഞ്ഞോളൂ, യുസ്മഅ കേൾക്കപ്പെടും,
വസൽ ചോദിച്ചോളൂ തുഴ്ത്തഹു നൽകപ്പെടും, വഷ്ഫ ശുപാർശ പറഞ്ഞോളൂ തുഷഫ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സുജൂദിൽ നിന്ന് എന്റെ തല ഞാനങ്ങ് ഉയർത്തും. തല ഉയർത്തിയിട്ടും പെട്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്നിട്ടും എന്റെ റബ്ബ് എനിക്ക് ആ സമയത്ത് പഠിപ്പിച്ചു തരുന്ന ചില പ്രകീർത്തനത്തിന്റെ ഹംദിന്റെ വാചകങ്ങൾ ഞാൻ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. പിന്നീട് ഞാൻ റെക്കമെൻഡ് പറയും, ഞാൻ അല്ലാഹുവിനോട് ശുപാർശ ചോദിക്കും. അതേ ഉമ്മത്തിന്റെ കാര്യത്തിൽ ശുപാർശ ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയഹുദ്ദു ലീ ഹദ്ദാ, എനിക്കല്ലാഹു ഒരു അതിർത്തി നിശ്ചയിച്ചു തരും. എവിടെയാ അതിർത്തി നിശ്ചയിച്ചു കൊടുത്തത്? നരകത്തിയിൽ. നരകത്തിയിൽ ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെയുള്ള അതിർത്തി. ആ അതിർത്തിക്കകത്ത് ആരൊക്കെയാണുള്ളതെന്ന് റബ്ബിനറിയില്ലേ? ആ അല്ലാഹ് എനിക്കതാ ഒരു അതിർത്തി നിശ്ചയിച്ചു തരികയാണ്. എന്റെ ഉമ്മത്തതാ നരകത്തിയിൽ കിടക്കുകയാണല്ലോ, അവർക്കതിൽ നിന്നൊരു മോചനം എന്ന് അതേ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുമ്പോൾ പടച്ച റബ്ബദാ എന്തു ചെയ്യുന്നു? ഫയഹുദ്ദു ലീ ഹദ്ദാ, എനിക്കൊരു പരിധി, എനിക്കൊരു ഹദ്ദ് നിശ്ചയിച്ചു തരും. ഫൗഖ്രിജുഹും മിനന്നാർ, ആ പരിധിക്കകത്തുള്ളവരെ ഞാൻ നരകത്തിയിൽ നിന്ന് പുറത്തേക്കാക്കും. എന്നിട്ട് വഉദ്ഖിലുഹുൽ ജന്ന, ഞാൻ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. കണ്ടോ? സുമ്മഅഊദു, പിന്നെയും ഞാൻ മടങ്ങിച്ചെല്ലും, രണ്ടാമതും മടങ്ങിച്ചെല്ലും, രണ്ടാമതും അല്ലാഹുവിന്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലും. അതേ വീണ്ടും ഞാൻ സുജൂദിൽ വീഴും. എത്രയാണ് അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലം അത്രയും ഞാൻ സുജൂദിൽ കിടക്കും. പിന്നെ കുറെ കാലത്തിന്റെ ശേഷം എന്നോട് പറയപ്പെടും, യർഫ മുഹമ്മദ്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ തല ഉയർത്തിക്കോ, പറഞ്ഞോളൂ കേൾക്കപ്പെടും, ചോദിച്ചോളൂ തരും, റെക്കമെൻഡ് പറഞ്ഞോളൂ റെക്കമെൻഡ് സ്വീകരിക്കും. അപ്പോഴും ഞാൻ തലയുയർത്തി അല്ലാഹു എനിക്ക് പഠിപ്പിച്ചു തരുന്ന ഹംദിന്റെ വാചകങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാനിതാ അല്ലാഹുവിനോട് ശുപാർശ പറയുമ്പോൾ ഫയഹുദ്ദു ലീ ഹദ്ദാ, രണ്ടാമതും അല്ലാഹു എനിക്ക് പരിധി നിശ്ചയിച്ചു തരുന്നു, അതിർത്തി നിശ്ചയിച്ചു തരുന്നു. ഫൗഖ്രിജുഹും മിനന്നാരി വഉദ്ഖിലുഹുൽ ജന്ന, ആ പരിധിക്കകത്തുള്ള ആളുകളെ ഞാൻ നരകത്തിയിൽ നിന്ന് പുറത്താക്കി അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. സുമ്മ അഊദു സാലിസ, കണ്ടോ? ഞാൻ മൂന്നാമതും മടങ്ങിച്ചെല്ലും, മൂന്നാമതും അല്ലാഹുവിന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിച്ചെല്ലും. അതേ എന്റെ റബ്ബിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും സുജൂദിൽ വീഴും. വഖഅതു സാജിദൻ ലിറബ്ബി, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സുജൂദിലായിട്ട് വീഴുന്നു. അതേ എത്ര കാലമാണ് ഞാൻ കഴിയേണ്ടതെങ്കിൽ അത്രയും കാലഘട്ടം എന്നെ അവിടെ അതാ പടച്ച റബ്ബ് കടത്തും. പിന്നീട് എന്നോട് പറയും, യർഫ മുഹമ്മദ് ഖുൽ യുസ്മഅ വസൽ തുഅതഹു വഷ്ഫ തുശഫ. അതേതൊക്കെ മുൻവാചകങ്ങൾ വന്നതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് അർത്ഥം പറയുന്നില്ല. തല ഉയർത്തിക്കോ നബിയേ, ചോദിച്ചോളൂ, പറഞ്ഞോളൂ, റെക്കമെൻഡ് ചോദിച്ചോളൂ. ഫൈദാറ ഫൈദാ, അതേ അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ തല ഉയർത്തിയിട്ട് അല്ലാഹ് എനിക്ക് പഠിപ്പിച്ചു തരുന്ന വാചകങ്ങൾ അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് ശേഷം ഞാൻ എന്റെ റബ്ബിനോട് ശുപാർശ ചോദിക്കുമ്പോൾ ഫയഹുദ്ദു ലീ ഹദ്ദാ, എനിക്കതാ പിന്നെയും അല്ലാഹ് അതിർത്തി നിശ്ചയിച്ചു തരികയാണ്. ആദ്യത്തെ പോലെ തന്നെ ആ അതിർത്തിക്കകത്തുള്ളവരെയും ഞാൻ നരകത്തിയിൽ നിന്ന് പുറത്തെടുത്ത് സ്വർഗത്തിലേക്കാക്കുന്നു. സുമ്മ അഊദു റാബിഅ, സുമ്മ അഊദു റാബിഅ, നാലാം തവണയും ഞാൻ മടങ്ങിച്ചെല്ലും, നാലാം തവണയും ഞാൻ മടങ്ങിച്ചെല്ലും. എന്നിട്ട് പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, മാ ബഖിയ ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ, ഇനി ഖുർആൻ തടഞ്ഞു വെച്ചിട്ടുള്ള ആളുകളല്ലാതെ ബാക്കിയില്ലല്ലോ. അപ്പോഴും അല്ലാഹുവിന്റെ കൽപ്പന അല്ലാഹു നബിയോട് പറയും. ആ സന്ദർഭത്തിൽ അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളൊക്കെ നരകത്തിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അതേ ഹൃദയത്തിൽ ഒരു ഗോതമ്പ് മണിയുടെ, ഒരു ബാർലി മണിയുടെ തൂക്കമെങ്കിലും ഈമാനുള്ളവൻ, അതുപോലെ തന്നെ ഒരു ഗോതമ്പ് മണിയുടെ തൂക്കമെങ്കിലും ഈമാനുള്ളവൻ, അതുപോലെ തന്നെ ഒരണുത്തൂക്കമെങ്കിലും ഈമാനിന്റെ കണിക ഹൃദയത്തിലുള്ളവർ മുഴുവനും നരകത്തിയിൽ നിന്ന് പുറത്തേക്കിടപ്പെടുന്നു. ഈ രൂപത്തിൽ നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പാപികൾ, എന്നാൽ അവർ മുസ്ലിമീങ്ങളാണ്, അവർക്ക് ഈമാൻ അല്പമെങ്കിലും ഉണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ആ നരകത്തിയിൽ നിന്ന് പിന്നീട് ഒരു മോചനമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് നിരന്തരമായി
പലതവണ ആവർത്തിച്ച് പറയുമ്പോൾ ഓരോ സമയവും അള്ളാഹ് ഓരോ അതിർത്തി നിശ്ചയിച്ചു കൊടുത്ത് ആ അതിർത്തിക്കകത്തുള്ള ആളുകളെ ഞാൻ എന്തു ചെയ്യും? പുറത്തേക്കാക്കി നരകത്തിയിൽ നിന്ന് പുറത്തെടുത്ത് അവരെ സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്നെ നൽകപ്പെടുന്ന മഹനീയമായ മറ്റൊരു ശുപാർശയാണ്. ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ, ഈ ഏറ്റവും വലിയ ശഫാഅത്തുൽ ഉളമാ മുതൽ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വൈവിധ്യമാർന്ന ശഫാഅത്തിന്റെ വിവിധ ഇനങ്ങളിൽപ്പെട്ട ഇനങ്ങളാണ് നിങ്ങൾ ഈ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി മഹാന്മാരായ പ്രവാചകന്മാര്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി മഹാന്മാരായ മറ്റു പ്രവാചകന്മാര്, അതുപോലെ തന്നെ മലക്കുകള്, അതുപോലെ തന്നെ ശുഹദാ, അതുപോലെ സത്യവിശ്വാസികൾ തന്നെയും ഒക്കെ അവർക്കൊക്കെ അള്ളാഹു നാളെ പരലോകത്ത് ശുപാർശക്കുള്ള അനുവാദം നൽകപ്പെടുമെന്നും അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുമെന്നുമൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവയെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത നമ്മുടെ അവസരത്തിൽ വിശദമാക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഇത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി ബോധവാന്മാരാകണം. അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ആരോപണങ്ങൾ പലരും പറയും. ഇവർക്ക് അതില്ല, ഇവർക്ക് ഇത് നിഷേധികളാണ്, ഇവരത് നിഷേധിക്കുന്ന പുത്തൻവാദികളാണ് എന്നൊക്കെ. അതൊക്കെ പറയുമ്പോൾ എന്താണ് വസ്തുത എന്ന് നാം വളരെ കൃത്യമായി പഠിക്കേണ്ടത് നമ്മുടെ പരലോക വിജയത്തിന് ആവശ്യമാണ്, നമ്മുടെ വിശ്വാസ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ് എന്ന് എല്ലാവരെയും, എന്നെയും നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങളെ വസ്തുതാപരമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അസത്യങ്ങളെ അസത്യങ്ങളായി തിരിച്ചറിഞ്ഞുകൊണ്ട് നിരാകരിക്കുവാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ എല്ലാം അസുഖങ്ങളെ ശിഫയാക്കി അനുഗ്രഹിക്കണമേ. മാരക രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ പ്രവൃത്തികളിലും നീ ഖൈറും ബർക്കത്തും മനസ്സമാധാനവും ചൊരിഞ്ഞുകൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.